ആനന്ദ് മഹീന്ദ്ര 2-3 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ട്വീറ്റ് ഉണ്ടായിരുന്നു. ഭാരതത്തിലെ 10 സുന്ദര ഗ്രാമങ്ങളെക്കുറിച്ചായിരുന്നു ആ ട്വീറ്റിലുണ്ടായിരുന്നത്. അതിൽ 1-ാം സ്ഥാനം അലങ്കരിച്ചിരുന്നത് കൽപ്പ എന്ന ഹിമാചൽ പ്രദേശിലെ ഒരു ചെറു ഗ്രാമമാണ്. 2-ാം സ്ഥാനത്തുണ്ടായിരുന്നത് മേഘാലയയിലെ മാവിലിന്നോങ്, അത് ക്ലീനസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന മാവിലിന്നോങ്. 3-ാം സ്ഥാനത്തുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട്ടെ കൊല്ലങ്കോടായിരുന്നു. 4-ാം സ്ഥാനത്തുള്ളതാണ് മാത്തൂർ എന്ന വില്ലേജ്. അത് കന്യാകുമാരിക്ക് അടുത്തായിട്ടാണ് മാത്തൂർ വില്ലേജ് ഉള്ളത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മാത്തൂർ വില്ലേജിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ മാത്തൂർ തൊട്ടിപ്പാലത്തിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഇവിടെ കയറുന്നതിന് പ്രവേശന ടിക്കറ്റൊക്കെ ഉണ്ട്. 6 രൂപയാണ് അതിൻ്റെ പ്രവേശന ടിക്കറ്റ് ഉള്ളത്. ആ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ അക്വാഡക്റ്റിൽ കയറാം. വളരെ ഉയരത്തിലുള്ള ഒരു അക്വാഡക്റ്റാണ് ഇത്. ഇതിന് ഏകദേശം 1 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ഇതിൻ്റെ മേളിൽ കയറിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുപാടും നമുക്ക് ദൂരെയായിട്ട് പശ്ചിമഘട്ട മലനിരകൾ കാണുവാനായി കഴിയും. വിളവൻകോട്, കൽക്കുളം താലൂക്കുകളിലെ വരൾച്ച നേരിടാനായി ഒരു കുന്നിൽ നിന്നും മറ്റൊരു കുന്നിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിനായി 1966 നിർമ്മിച്ചതാണ് ഈ അക്വാഡക്റ്റ് അല്ലെങ്കിൽ തൊട്ടിപ്പാലം. ഇതിന് 7.5 അടി വീതിയും 1 കിലോമീറ്റർ നീളവുമാണുള്ളത്. ഇതിന് 1966 ഇത് നിർമ്മിച്ചപ്പോൾ ചിലവായ തുക ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് 12.90 lakhs എന്നാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഏകദേശം നടുഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ നടുഭാഗത്ത് നിന്നും അതിമനോഹരമായ കാഴ്ചയാണുള്ളത്. ദൂരെയായിട്ട് ആ പശ്ചിമഘട്ട മലനിരകൾ കാണുന്നുണ്ട്. താഴെയായി ഒരു നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ പ്രഹ്ലാദി നദി എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ആ നദിക്ക് ഇതിപ്പം 1 കിലോമീറ്റർ ഏകദേശം നടന്ന് അതിൻ്റെ മറുകര എത്താൻ കഴിയും. ഏകദേശം അതിൻ്റെ മറുഭാഗത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ തുടങ്ങിയ ഭാഗത്തു നിന്ന്. ഇനി കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അക്വാഡക്റ്റ് പൂർണ്ണമായി കഴിയും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സ്റ്റെപ്പുണ്ട്, താഴോട്ടിറങ്ങണം. അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നോക്കിയാൽ അക്വാഡക്റ്റിൻ്റെ അടിഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെയൊക്കെ ഇഷ്ടിക വീടുകളുണ്ട്, സിമൻറ്റ് തേക്കാത്ത ഇഷ്ടിക കൊണ്ട് മാത്രം ഉണ്ടാക്കിയ. ഇനി ഇവിടെ നിന്ന് താഴേക്ക് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് ആ നദി കടന്ന് നമുക്ക് വന്ന സ്ഥലത്തേക്ക് പോകാനായി കഴിയും. സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിക്കുകയാണ്. 1 കിലോമീറ്റർ നടന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ തൂണുകളുടെ ഒരു വീഡിയോ ആണിത്, ഒരു ദൃശ്യങ്ങളാണ് ആ നിൽക്കുന്ന തൂണുകൾ. ഇത് 28 തൂണുകളിലായിട്ടാണ് ഈ തൊട്ടിപ്പാലം നിൽക്കുന്നത്. ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. ആ വാച്ച് ടവറിൽ കൂടെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. അതിനുള്ള സ്പൈറൽ ഗോവണിയൊക്കെ ഉണ്ട്. അതിൻ്റെ വലിപ്പം കണ്ടോ, ആ പൊക്കം കണ്ടല്ലോ ആ തൂണുകളുടെ. ഏകദേശം ആ തൂണുകളുടെ പൊക്കം എന്ന് പറയുന്നത് 115 അടിയാണ്. ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ കിട്ടും എൻ്റെ ആ പൊക്കത്തിൻ്റെ. ഇത്രയും പൊക്കത്തിലുള്ള തൊട്ടിപ്പാലങ്ങൾ അക്വാഡക്റ്റുകൾ വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് ഇത് ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയത്. ധാരാളം ആളുകൾ ഇത് സന്ദർശിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇനി ഈ നദി ക്രോസ് ചെയ്ത് പോകാനായിട്ട് വണ്ടികളൊക്കെ ഓടിച്ചു പോകാനായിട്ടുള്ളൊരു പാലവും കൂടെ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല അസാധ്യ വ്യൂ ആണിത്. നല്ല പൊക്കത്തിലുള്ള അക്വാഡക്റ്റ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി ഞങ്ങൾ ആ നദി ക്രോസ് ചെയ്ത് അവിടെ എല്ലാം മണ്ണിട്ട് നികത്തിയൊക്കെയാണ്. അത് ക്രോസ് ചെയ്ത് നടന്ന് അപ്പുറത്ത് പോവുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് അപ്പുറത്തൊക്കെ മാറി നമുക്ക് കുളിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുളിച്ച് വസ്ത്രം മാറുന്നതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് മാത്തൂർ അക്വാഡക്റ്റിൻ്റെ കാഴ്ചകൾ. കന്യാകുമാരി പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ കയറാനായിട്ട് കഴിയും.